ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഉണ്ണികൃഷ്ണൻ. സ്റ്റോക്ക് ഇൻവെസ്റ്റർ UK എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് മാർച്ച് 5 ചൊവ്വാഴ്ച. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 40 മിനിറ്റ്. അപ്പോൾ നിങ്ങളോട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചൊവ്വാഴ്ച ഒരു FNO സ്ട്രാറ്റജി ഇടാൻ ശ്രമിക്കാമെന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അതിനു മുൻപ് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. 8 ദിവസം മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ടാറ്റ മോട്ടോഴ്സിനെ കുറിച്ച്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിരുന്ന 2 വാക്കുകളാണ് സ്പിൻ ഓഫ്, വാല്യൂ അൺലോക്കിംഗ്. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളാണ് ഇപ്പോൾ ഇതിൽ സംഭവിക്കാൻ പോകുന്നത്. ആ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൻ്റെ റിസൾട്ടായി ടാറ്റ മോട്ടോഴ്സ് ഇന്ന് 1065 രൂപ വരെ പോവുകയുണ്ടായി. നമ്മളിത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് 921 അപ്പോൾ വളരെ നല്ലൊരു അപ്പ് മൂവ് കിട്ടി ഈ സ്റ്റോക്കിൽ. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. ടാറ്റ മോട്ടോഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കാണാവുന്നതാണ്. സുഹൃത്തുക്കളെ, ഇന്ന് ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് നെസ്ലെ ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു മൈൽഡ്ലി ബുള്ളിഷ് ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ് ചെയ്യാൻ പോകുന്നത്. സ്ട്രാറ്റജി എന്താണെന്ന് പറയുന്നത് മുന്നേ ഒരു കാര്യം പറയാൻ പ്രത്യേകം ആഗ്രഹിക്കുന്നു. ഇതൊരു ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല. ഇതൊരു സ്ട്രാറ്റജി നിങ്ങൾക്ക് വാങ്ങിക്കാനുള്ള സ്ട്രാറ്റജി റെക്കമെൻഡേഷനുമല്ല. ഞാൻ ചെയ്ത ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് പഠന വിധേയമായി ഉപയോഗിക്കാൻ വേണ്ടി, ഒരു റെഫറൻസിന് വേണ്ടി പറയുന്ന ഒരു കാര്യം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഞാൻ നിങ്ങളെപ്പോലെ ഒരാളാണ്. ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. അപ്പോൾ ഇതിൽ തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവാം. നമുക്ക് ഒരുമിച്ച് പഠിക്കാം. അപ്പോൾ നെസ്ലെ കറണ്ട് ക്യാഷ് മാർക്കറ്റിലുള്ള പ്രൈസാണ് 2551 രൂപയാണ്. ഈ സ്റ്റോക്കിൽ ഉള്ള എൻ്റെ വ്യൂ ഇതാണ്. 2500 സപ്പോർട്ട് എടുത്ത് ഈ സ്റ്റോക്ക് മുകളിലേക്ക് പോകുമെന്നാണ് എൻ്റെ വ്യൂ. അതായത് മാക്സിമം അത് 2500 കറണ്ട് ഈ സിനാരിയോയിൽ കറക്ഷൻ വന്നു കഴിഞ്ഞാൽ 2500 സപ്പോർട്ട് കിട്ടി മുകളിൽ കയറി പോകുമെന്നാണ് എൻ്റെ വ്യൂ. കാര്യമായിട്ട് ചിലപ്പോൾ 2600, 2620, 2650 വരെയൊക്കെ പോകാൻ സാധ്യതയുള്ള സ്റ്റോക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഈ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ട് അത്ര 100% കോൺഫിഡൻസ് കിട്ടുന്നില്ല. ഈ മാർക്കറ്റിൽ നമുക്ക് ലോങ് ചെയ്യാമോ, ഒരു ക്ലിയർ ആയിട്ടുള്ള വ്യൂ ഇല്ല. അപ്പോൾ ക്ലിയർ ആയിട്ടുള്ള വ്യൂ ഇല്ലാത്ത കാരണമാണ് ഈ 2567 രൂപയ്ക്ക് ഫ്യൂച്ചർ വാങ്ങിച്ചപ്പോൾ 2600 രൂപയുടെ ഇൻ ദ മണി പുട്ട് വാങ്ങിച്ചത്. ഈ സ്ട്രാറ്റജിയിൽ കിട്ടാവുന്ന മാക്സിമം ലോസ് 13200 രൂപയാണ്. മാക്സിമം പ്രോഫിറ്റ് അൺലിമിറ്റഡ് ആണ്. പക്ഷേ നമ്മൾ ഒരുപാട് പ്രോഫിറ്റിനൊന്നും വെയിറ്റ് ചെയ്യില്ല. നമുക്കൊരു ചെറിയൊരു പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റ് ചെയ്യാവുന്നതാണ് ഈ പൊസിഷൻ. സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ സ്ട്രാറ്റജി പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നും ഈ സ്ട്രാറ്റജിയെ ഒബ്സർവ് ചെയ്യേണ്ടതാണ്. ഇതിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് എത്രയാണ് പ്രോഫിറ്റ്, എത്രയാണ് ലോസ് എന്ന് ഒബ്സർവ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു പുട്ട് വാങ്ങിച്ച് എങ്ങനെ ഫ്യൂച്ചർ വാങ്ങിക്കാമെന്ന് ഈസിയായി പഠിക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ് ഞാൻ ആദ്യം തന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു പഠനവിധേയമായിട്ടുള്ള സ്ട്രാറ്റജി മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ തീർച്ചയായിട്ടും മറക്കണ്ട. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്.